ഒരു വാർത്തയിലേക്ക്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം. ഡ്രോൺ അവശിഷ്ടം പതിച്ച് ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്ന ഗൗരവതരമായ വാർത്തയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ സൈനിക ആക്രമണം, മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു. ആക്രമണങ്ങൾ കുറയ്ക്കില്ല, കാരണം അമേരിക്ക നടത്തുന്ന ഓരോ ആക്രമണത്തിനും, മിസൈൽ ആക്രമണത്തിനും മറുപടി നൽകുക ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും. അതിപ്പോഴും തുടരുന്നു. തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയുമ്പോഴും ആ രാജ്യങ്ങളിൽ പരിഭ്രാന്തി തുടരുകയാണ്. വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി. ഇറാന്റെ വിവിധ നഗരങ്ങളിലും ഇസ്രായേലും അമേരിക്കയും ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതിനിടെ പശ്ചിമേഷ്യ സംഘർഷങ്ങളിൽ US-നെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന ചാനലുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇതിപ്പോൾ ഇറാനെ ആക്രമിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇറാൻ നൽകുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് സംഭവിക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ നേതാവൊക്കെ എത്തി ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്നാൽ എന്ത് മറുപടി നൽകണം എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോഴും ഒട്ടും പുറകോട്ടില്ല ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന്. അതുതന്നെയാണ് ഇറാന്റെ തിരിച്ചടി. അങ്ങനെ സമ്മർദ്ദത്തിലാക്കി യുദ്ധത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലിനെയും പിൻവലിപ്പിക്കുക, അതാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഈ നിരവധി ഒരുപാട് ഈ ടെർമിനലുകളും അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവയ്ക്ക് സമീപമുള്ള ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് IRGCയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായി. ഇവിടെ ഒരു തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഈ തീ അണയ്ക്കാൻ അധികൃതർ കാര്യമായി തന്നെ ശ്രമിച്ചു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു മുന്നറിയിപ്പ്, ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ വിമാനത്താവളത്തിലുള്ള ഫ്ലൈറ്റ് സർവീസുകൾ നിലവിൽ താൽക്കാലികമായിട്ട് റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഇറാനകത്തും നിലവിൽ US-ന്റെയും ഇസ്രായേലിൻ്റെ സംയുക്ത ആക്രമണങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാൻ അടക്കം നിരവധി നഗരങ്ങളിൽ ഇതിനോടകം തന്നെ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇസ്രായേലിലേക്കുള്ള ഇറാന്റെ പ്രത്യാക്രമണവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. തെക്കൻ ഇസ്രായേലിൽ ഇപ്പോൾ സൈറനുകൾ മുഴങ്ങി പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മധ്യഭാഗത്ത്, ഇസ്രായേലിന്റെ മധ്യഭാഗത്ത് ഒരു മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. എന്നാൽ അതിൽ മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇസ്രായേൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. അതേസമയം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ അദ്ദേഹം താൻ മരിച്ചു എന്നുള്ള പ്രചരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ഒരു പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു, അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി എന്ന് പറഞ്ഞ് പുറത്തു വന്നിരുന്ന വീഡിയോ അത് AI വീഡിയോ ആണ് എന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ക്യാമറയ്ക്ക് മുന്നിൽ തൻ്റെ വിരലുകൾ ഉയർത്തിക്കാട്ടി, തനിക്ക് 5 വിരലുകളുമുണ്ട്, വേണമെങ്കിൽ എണ്ണി നോക്കിക്കൊള്ളൂ, താൻ മരിച്ചു എന്നുള്ളത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തമാശ രൂപേണ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാര്യം, അദ്ദേഹം ഒരു കോഫി ഷോപ്പിൽ നിന്നുള്ള വീഡിയോ ആണ് പങ്കുവച്ചത്. അപ്പോൾ താൻ കോഫിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് അദ്ദേഹം തമാശയായി ഹീബ്രു ഭാഷയിൽ ഒരു പ്രയോഗം തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അദ്ദേഹം ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ജനങ്ങളോട് ജാഗ്രത പാലിക്കണം, അവിടെ മിലിറ്ററിയുടെ എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി ഫോളോ ചെയ്യണം, പരമാവധി സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ട്രംപും തൻ്റെ ഒരു ആരോപണങ്ങൾ അത് ഒട്ടും കുറയ്ക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ്. അദ്ദേഹം നിലവിൽ ഒരു ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ഈ യുദ്ധം US ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ US-നെതിരെ പല തെറ്റായ വാർത്തകളും മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കും, ഇവരുടെ ലൈസൻസ് റദ്ദാക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപ് നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ട്രംപ് പറയുന്നത് നിരവധി വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇറാൻ അവരുടെ കാമിക്കാസ ബോട്ടുകൾ വെച്ച് US-ന്റെ ഷിപ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന AI ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. അതുപോലെ US-ന്റെ 5 റീഫ്യൂവലിംഗ് വിമാനങ്ങൾ തകർന്നു എന്നുള്ള വാർത്ത വന്നു. എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്ത വന്നു. ഇതെല്ലാം ഫേക്കാണ്. അതുപോലെ തന്നെ ഈ US-ന്
നേരെ US-ന്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ള പേരിൽ പ്രചരിക്കുന്ന വീഡിയോകളെല്ലാം AI ദൃശ്യങ്ങളാണ്. അതുപോലെ ഈ ഇറാനുള്ളിൽ ഖമനയ്ക്ക് പുതിയ നേതാവായിട്ടുള്ള മുജിതബ ഖമനയ്ക്ക് പിന്തുണയായി ജനങ്ങൾ അണിനിരന്ന ഒരു വീഡിയോ പുറത്തു വന്നു. അതും AI ആണ്. അങ്ങനെ US-നെതിരെ വന്നിട്ടുള്ള എല്ലാ വീഡിയോയും AI ആണെന്നാണ് ട്രംപിന്റെ നിലവിലുള്ള വാദം. ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ കടുത്ത നടപടി തന്നെ സ്വീകരിക്കുമെന്ന് ട്രംപ് പറയുന്നു. ബ്രണ്ടൻ കാർ, അതായത് ഈ ഫെഡറേഷൻ കമ്മ്യൂണിക്കേഷൻ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള ബ്രണ്ടൻ കാർ ഉടൻ തന്നെ ഈ ചാനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നെല്ലാം ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നിലവിൽ വാഷിംഗ്ടണിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് ഒരു വിമാനയാത്ര നടത്തുന്നതിനിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയം തന്നെയാണ് പ്രധാനമായിട്ടും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രൂ സോഷ്യൽ വഴി നിരവധി രാജ്യങ്ങളോട് ഈ ഹോർമുസിന്റെ സുരക്ഷയ്ക്കായി എത്തണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം തൻ്റെ ആവശ്യം കൂടുതൽ വ്യക്തമാക്കി സൂചിപ്പിക്കുകയാണ്. അതായത് താൻ 7 രാജ്യങ്ങളോട് ഈ ഹോർമുസ് വിഷയത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഉടൻ മേഖലയിലേക്ക് തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ അയക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഹോർമുസ് കടലിടുക്ക് വഴി നിരവധി വ്യാപാരങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ചൈനയും ഈ മേഖലയുടെ സുരക്ഷയ്ക്കായി എത്തുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങൾ ഉടൻ തന്നെ ഹോർമുസിന്റെ സുരക്ഷയ്ക്കായി രംഗത്ത് വരണമെന്ന് ട്രംപ് ഒരു ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ തന്നെ പറയുന്നു. കാര്യം നാറ്റോ രാജ്യങ്ങൾ അവരുടെ ടെറിട്ടറി സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹോർമുസിലേക്ക് ഇറങ്ങണമെന്ന് താൻ പറയുന്നത്. ഇനി അഥവാ നാറ്റോ രാജ്യങ്ങൾ സഹായിച്ചില്ലെങ്കിൽ തങ്ങളിത് ഓർമ്മയിൽ വയ്ക്കും എന്നും ട്രംപ് ഒരു ഭീഷണി രൂപേണ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഇത്തരം വാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മേഖലയിൽ ആക്രമണങ്ങൾ അതും ശക്തമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് നിരവധി ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈജിപ്തിൻ്റെ വിദേശകാര്യമന്ത്രി UAE-യിലെത്തി എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UAE പ്രസിഡന്റ് സൗദി കിരീടാവകാശിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായിട്ടും നിലവിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി നിലവിലെ സാഹചര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അജയ്, സുധാ, ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.